ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് ജമിയത്തുൽ ഉലമായെ ഹിന്ദ്. ഉത്തരാഖണ്ഡിലെ BJP സർക്കാർ നടപ്പിലാക്കുന്ന ഏക സിവിൽ കോഡിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് ഉലമാക്കൾ മുഴുവനും പറയുന്നത്. നിയമത്തിന്റെ ഭരണഘടനാപരമായ വശങ്ങളും നിയമപരമായ വശങ്ങളും അഭിഭാഷകർ സസൂക്ഷ്മം പരിശോധിച്ചെന്നും ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജി നൽകുമെന്നും ജമിയത്തുൽ ഉലമായെ ഹിന്ദ് പ്രസിഡന്റ് മൗലാന അർഷദ് മദനി പ്രസ്താവനയിൽ പറഞ്ഞു. വിവേചനവും പക്ഷപാതിത്വവും അടിസ്ഥാനമായിട്ടുള്ള ഈ നിയമത്തെ ഏക സിവിൽ കോഡ് എന്ന് പോലും വിളിക്കാൻ സാധിക്കില്ല. നിയമം പൗരന്റെ മതസ്വാതന്ത്ര്യത്തെ ആക്രമിക്കുന്നതാണ്. ഇത്തരമൊരു നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്നുവരെ സംശയമാണ്. ശരീഅത്തിനെതിരായിട്ടുള്ള ഒരു നിയമവും മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാമെങ്കിലും മതത്തിന്റെയും ശരീഅത്തിന്റെയും കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡിൽ നിന്നും ആദിവാസികളെ ഭരണഘടനയുടെ 366 അനുച്ഛേദവും 25 അനുച്ഛേദവും പ്രകാരം ഒഴിവാക്കിയതായും 21 അനുച്ഛേദ പ്രകാരം സംരക്ഷിച്ചിരിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഭരണഘടനയുടെ ചില അനുച്ഛേദങ്ങൾ പ്രകാരം ആദിവാസികൾക്ക് ഇളവ് നൽകിയിരിക്കുമ്പോൾ മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ പ്രകാരം മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകാത്തത് എന്തുകൊണ്ടാണെന്നും അർഷദ് മദനി ചോദിച്ചു. സർക്കാർ കൊണ്ടുവന്ന നിയമം ഇനി ഏക സിവിൽ കോഡ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് പലതരത്തിൽ പൗരന്മാരെ വേർതിരിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. പൗരന്മാരുടെ മതസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാനുള്ള മനഃപൂർവ്വമായ ഗൂഢാലോചനയാണ് ഇത് നടന്നിരിക്കുന്നത്. വൈകാരികവും മതപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഭയത്തിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് ഇവറ്റകൾക്ക് ഇനി ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് നിങ്ങളുടെ മത രാജ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ മതനിയമം അങ്ങനെ തന്നെ പ്രാബല്യത്തിൽ വരുത്തണം. ഞങ്ങൾക്ക് മതനിയമം മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ എന്ന് പറയാൻ ഈ രാജ്യത്ത് പറ്റില്ല. ഈ രാജ്യത്ത് ഒരു പൊതു നിയമമുണ്ട്. അതിനെ അംഗീകരിക്കാനും അനുശാസിക്കാനും അത് അനുധാവനം ചെയ്യാനും ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ്. പറ്റില്ലെങ്കിലാണ് അവരോടാണ് നമ്മൾ പറയുന്നത് പാകിസ്ഥാനിലേക്ക് വഴി കാണിക്കാമെന്ന്. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല്, ഇതും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വസ്തുത തന്നെയാണ്. കാരണം ഏക സിവിൽ കോഡിനകത്ത് പറയുന്നതിൽ ഒന്ന് വഖഫിനെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ്. ഇതെല്ലാം രാജ്യത്തെ ഒരു പൊതു നിയമത്തിന്റെ കീഴിലാണ് വരേണ്ടത്. വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കും എന്ന ആശങ്ക തങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് BJP MPയും വഖഫ് പാനൽ അംഗവുമായ നിഷികാന്ത് ദുബെ പറഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷത്തിന് ശേഷവും രാജ്യത്തെ മുസ്ലിങ്ങൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ബില്ല് പാസ്സാക്കുന്നതോടുകൂടി മുസ്ലിങ്ങൾ മുഖ്യധാരയിലേക്ക് കടന്നു വരുമെന്നും ദുബെ പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദുബെയുടെ പരാമർശം. പ്രതിപക്ഷ മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായി മാത്രം കണക്കാക്കുകയായിരുന്നു എന്നും ദുബെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ നിയമം മുൻകാല പ്രാബല്യത്തിൽ വരുമെന്നും വഖഫ് സ്വത്തുക്കൾ അപഹരിക്കപ്പെടുമെന്നും ജനങ്ങൾ കരുതുന്നു എന്ന് ദുബെ ചൂണ്ടിക്കാണിച്ചു. ഒരു നിയമവും മുൻകാല പ്രാബല്യത്തിൽ വരില്ല. രജിസ്റ്റർ ചെയ്ത എല്ലാ വഖഫ് സ്വത്തുക്കളും അങ്ങനെ തന്നെ തുടരും. അത് ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. ബില്ല് വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കും എന്ന ആശങ്ക ഞങ്ങൾ പരിഹരിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. NDA അംഗങ്ങളുടെ ഭേദഗതികൾ മാത്രം അംഗീകരിച്ചാൽ സമിതി രൂപീകരിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. അവർ ഭേദഗതികൾ ചർച്ച ചെയ്തിട്ടില്ല. ബില്ല് നിർത്തലാക്കാൻ അവർ ആഗ്രഹിച്ചു. വഴക്കുകൾ മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. മുസ്ലിങ്ങളെ ഉപദ്രവിക്കാനും പ്രീണന രാഷ്ട്രീയം ചെയ്യാനുമാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും ദുബെ പറഞ്ഞു. വഖഫ് ശരീഅത്ത് നിയമപ്രകാരമാണ് പ്രവർത്തിക്കുക എന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ദുബെ പറഞ്ഞു. ഇന്ത്യയിൽ ഇസ്ലാം എത്തുന്നതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഋഗ്വേദം നിലവിലുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എല്ലാ കാലവും അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നും ഋഗ്വേദം പറയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യം ശരീഅത്ത് നിയമപ്രകാരം നടത്തപ്പെടുകയാണെങ്കിൽ ഋഗ്വേദം നടപ്പാക്കുന്നതിനെ കുറിച്ചും ചർച്ചയുണ്ടാകും, ദുബെ പറഞ്ഞു. ബില്ലുമായി ബന്ധപ്പെട്ട NDA സഖ്യകക്ഷികളുടെ എല്ലാ ആശങ്കകളും പരിഹരിച്ചെന്നാണ് ദുബെ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതൊരു മതരാജ്യമല്ല. അതുകൊണ്ട് ഹൈന്ദവ മത നിയമപ്രകാരം ജനങ്ങളുടെ മേൽ അത്തരം നിയമങ്ങൾ കെട്ടിവെക്കാനും ഇസ്ലാമിക നിയമപ്രകാരമുള്ള ശരീഅത്ത് നിയമങ്ങൾ സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കാനും ഇവിടെ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു പൊതു നിയമമുള്ളത്. ഈ നിയമത്തെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോരുത്തരും. അതല്ല ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഒരു പൊതു നിയമവും പറ്റില്ല, ഞങ്ങൾക്ക് മതപരമായ നിയമമേ പറ്റൂ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജയിലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇത് തന്നെയായിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ടും ഇവിടെ ചെയ്തു വെച്ചത്. ഈ രാജ്യത്തിന്റെ ഒരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല,
ഞങ്ങൾ ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ അവർ മറ്റുള്ളവരുടെ കാലന്മാരാണ് എന്ന് പബ്ലിക്കിൽ വെല്ലുവിളിച്ചത്. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വീട്ടിൽ കാത്തുവെച്ചോ, നിന്റെയൊക്കെ കാലന്മാരായി ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആ കാലന്മാരിന്ന് തിഹാർ ജയിലിലാണ്. അതെ, പണ്ട് പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ ചിതയിൽ ചാടി ചാവാനുള്ള ഞങ്ങളുടെ ആചാരത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങൾ കയറിയിറങ്ങി രജപുത്ര സ്ത്രീകള്. അപ്പോൾ പ്രഭുക്കന്മാര് പറഞ്ഞത് അത്തരക്കാരെ ജയിലിൽ അടയ്ക്കുന്നത് ഞങ്ങളുടെ ആചാര രീതിയാണെന്നാണ്. അത് തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദിയും പറയുന്നത്. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നവർക്ക് ഇവിടെ സുഖമായും സന്തോഷമായും സന്തുഷ്ടിയോടുകൂടി ജീവിക്കാം. അതല്ലാത്തവർക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുകയും ഈ രാജ്യത്തിന്റെ ഒരു നിയമവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് നിയമങ്ങളും കാരാഗ്രഹങ്ങളും ജയിലുകളും കോടതികളും ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. മുസ്ലിമായി ജനിച്ചെങ്കിലും മതവിശ്വാസമില്ലാത്ത ആളുകൾക്ക് ശരീഅത്ത് നിയമങ്ങൾ ബാധകമാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഒരു ഹർജി കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി തേടിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ വന്ന ഒരു ഹർജിയാണ്. ഇതൊക്കെ എന്നെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്ക് മതനിയമം വേണ്ട, ഞാൻ മതം ഉപേക്ഷിച്ച ആളാണ്. എനിക്ക് 6-ാം നൂറ്റാണ്ടിന്റെ ശരീഅത്ത് നിയമം വേണ്ട. ആ നിയമത്തിന്റെ നൂലാമാലകൾ എന്താണ് എന്ന് ഇഴകീറി പരിശോധിച്ച് അതിനകത്തെ മാനവിക വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഒക്കെ മനസ്സിലാക്കി ആ നിയമത്തെ ഉപേക്ഷിച്ച വ്യക്തിയാണ് ഞാൻ. വീണ്ടും ആ നിയമം എന്നെ ഇങ്ങനെ കടിച്ചു പിടിച്ച് പിന്നാലെ തൂങ്ങുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആലപ്പുഴ പനവള്ളി സ്വദേശിനിയായ PM സൊഫിയ നൽകിയ ഹർജിയിലാണ് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ആവശ്യപ്പെട്ടത്. മതം ഉപേക്ഷിച്ച മുസ്ലിങ്ങൾക്ക് ശരീഅത്തിന് പകരം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമാക്കണം എന്നാണ് ഹർജിയിലെ ഒരാവശ്യം. കൗതുകമുള്ള വിഷയമാണിത് എന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സൊളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഏക മകൾക്ക് തന്റെ മുഴുവൻ സ്വത്തും നൽകണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ശരീഅത്ത് നിയമപ്രകാരം മുഴുവനും നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമാകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നതെന്നും തുഷാർ മേത്ത പറഞ്ഞു. അതേസമയം ഒരു മതത്തിലെ അവിശ്വാസികൾക്ക് ഇത് അനുവദിച്ചാൽ മറ്റെല്ലാ സമുദായത്തിനും അത് ബാധകമാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചു. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ മതം മാറിയവർക്ക് പിന്തുടർച്ചാവകാശം നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിൽപത്രം എഴുതി വെച്ചുകൊണ്ട് സ്വത്ത് കൈമാറുന്നതിന് തടസ്സമില്ല എന്നാണ് സൊളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് ഹർജിയിൽ മറുപടി നൽകാൻ 4 ആഴ്ച അനുവദിച്ചുകൊണ്ടാണ് കേസ് മെയ് 5-ാം തീയതിയിലേക്ക് മാറ്റിയത്. ഇതിനു മുമ്പ് മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചിരുന്നത്. വിശ്വാസിയാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല വ്യക്തി നിയമം ബാധകമാക്കുന്നത് എന്ന് സുപ്രീം കോടതി ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. വ്യക്തി നിയമം ഒരാൾക്ക് ബാധകമാക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ഇതിപ്പോഴുള്ള വ്യക്തി നിയമം ഒരാൾക്ക് ബാധകമാക്കാൻ സാധിക്കില്ല എന്നാണ് ഭരണഘടനയുടെ 32-ാം വകുപ്പ് പ്രകാരം എങ്ങനെ സുപ്രീം കോടതിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് കോടതി ചോദിച്ചത്. ശരീഅത്ത് നിയമത്തിന് കീഴിൽ വരുന്നവർക്ക് ഇന്ത്യൻ പിന്തുടർച്ച അവകാശ നിയമം ബാധകമല്ല എന്ന് ഇതിന്റെ 58-ാം വകുപ്പിൽ പറയുന്നുമുണ്ട്. ശരീഅത്ത് നിയമപ്രകാരം ആകെ സ്വത്തിന്റെ 1/3 മാത്രമേ മകൾക്ക് ഇഷ്ടദാനമായി നൽകാൻ പിതാവിന് സാധിക്കൂ. 2/3 ഭാഗം ഹർജിക്കാരിയുടെ സഹോദരനാണ് ലഭിക്കുക. മാത്രവുമല്ല, ശരീഅത്ത് നിയമപ്രകാരം ഹർജിക്കാരിയുടെ കാലശേഷം സ്വത്ത് പൂർണ്ണമായും മകൾക്ക് ലഭിക്കില്ല. അതിൽ സഹോദരങ്ങൾക്കും അവകാശമുണ്ടാകും. ഇപ്പൊ ഞാന് മതം ഉപേക്ഷിച്ച വ്യക്തിയാണ്. എനിക്കിതിപ്പോ എത്ര രൂപയുടെ മുതൽ സ്വത്തുക്കളാണ് ഉള്ളതെങ്കിലും ശരി, അതെന്റെ മക്കൾക്ക് മാത്രമായി കിട്ടണം. നാളെ ഒരു പക്ഷേ എന്റെ സഹോദരങ്ങൾ അതിന്റെ അവകാശം പറഞ്ഞു വരുമോ വരില്ലേ എന്നത് രണ്ടാമതാണ്. പക്ഷെ ഇങ്ങനെ ഒരു നിയമം ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ സമ്പത്ത് മുഴുവനും നമ്മുടെ മക്കൾക്ക് മാത്രമായിട്ട് ലഭിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ മതം ഉപേക്ഷിച്ചു. പിന്നെയും എന്തിനാണ് ആ മത നിയമം ഞങ്ങളെ ഇങ്ങനെ വിടാതെ പിന്തുടരും? ഞങ്ങൾക്ക് ആ മതം വേണ്ട, ഞങ്ങൾക്ക് ആ മത നിയമവും വേണ്ട. അത് വലിച്ചെറിയാനും ഞങ്ങൾക്ക് അനുവാദമില്ല ഈ രാജ്യത്ത്. നന്ദി.